ഇന്നൊരു നാടൻ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് വേണ്ട പച്ചക്കറിയും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു പച്ചക്കറിയാണ്. പിന്നെ ഒരു തക്കാളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് സാമ്പാറിന് വേണ്ടിയിട്ട്. ഈ പരിപ്പൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഒരു 5-6 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ചട്ടി വെച്ച് ചട്ടിനകത്ത് നമുക്ക് ആ പരിപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച് ആ സവാള ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മൾ പരിപ്പ് നന്നായിട്ടൊന്ന് പകുതി വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചക്കറി മൊത്തം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം പച്ചക്കറിയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സാമ്പാർ പൊടി അതിനകത്തോട്ട് ഇട്ട് 2 ടീസ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി. തക്കാളിയും കൂടി അതിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇടുമ്പോൾ ഇനി കുറച്ച് വെള്ളവും കൂടി അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളത്തിനകത്തോട്ട് ഈ പച്ചക്കറി മൊത്തം അങ്ങ് വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. നമുക്ക് കുറച്ച് പച്ചക്കറി ഒന്ന് വഴറ്റിയെടുക്കാനുണ്ട്. നോക്കിയാലോ, നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ. അതിനകത്തൊരു നോളപ്പുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി അതിനകത്തോട്ട് കുറച്ച് മുരിങ്ങാക്കോലും വഴുതനങ്ങയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നല്ലൊരു രുചിയുണ്ട് കേട്ടോ. ഒന്ന് വഴറ്റി അതിനകത്തോട്ട് നമുക്കൊരു ചെറിയൊരു കഷ്ണം പുളി എടുക്കാം. അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഞവടിയെടുക്കാം. നമുക്ക് സാമ്പാറൊന്ന് തുറന്ന് നോക്കാം. സാമ്പാറൊന്ന് നല്ലപോലെ ആയിട്ടുണ്ട്. ആ വഴറ്റിയ പച്ചക്കറി അതിനകത്തോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ സാമ്പാർ നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് സാമ്പാർ. ഇനി നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊന്ന് നോക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും ഉണക്കമുളകും വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. ഇനി അതൊന്ന് നന്നായി നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ അരിഞ്ഞ് വെച്ചതൊക്കെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഞാൻ കായപ്പൊടി അവസാനമാണ് ഇട്ടത്. ഞാൻ അതിനകത്തോട്ട് പിന്നെ വീഡിയോ എടുത്തപ്പോൾ വന്നിട്ടില്ല. കായപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ലപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ